ഗായ്സ്, നാട്ടിൽ വന്ന ഏർലി മോർണിംഗ് എണീക്കൂട്ടാ. അതുകൊണ്ട് എന്താ ഇങ്ങനെ കുറച്ച് നല്ല കാഴ്ചകളും കാണാം. അങ്ങനെ നിന്നപ്പോൾ ഉണ്ടടാ ഇത്ര നേരം ഇവിടെ നാളെ കാണുന്നില്ല. അച്ഛൻ ഇന്നലെ ഓൾറെഡി പനിയായിരുന്നു. അച്ഛൻ എൻ്റെപ്പോഴത്തേനതേ അമ്മ സൈഡായിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ പോവാണ്ട് പറ്റൂലെന്നായി. അപ്പം ഇനിയിപ്പോൾ സുനാമി വരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഈ സാധനം ഇല്ലാതെ ഓടാൻ പറ്റില്ല. ഒരാൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോവായിരിക്കും നോക്ക്, ഞാൻ വന്നേക്കുന്ന നോക്ക്. എനിക്ക് വയ്യ, അമ്മയ്ക്ക് വയ്യ, ഒരുപോലെ വയ്യ. പക്ഷേ നമ്മൾ തന്നെ നോക്കണമല്ലോ. ഏത് അപ്പോൾ പോകുന്ന പാടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, ഞാൻ പകരം എത്ര മരുന്നുണ്ടെങ്കിലും കഴിച്ചോളാം, ഇഞ്ചക്ഷൻ വേണ്ടാന്നൊന്ന് നിങ്ങൾ രണ്ടുപേരും ഡോക്ടറോട് പറയണമെന്ന്. നല്ല രണ്ടാൾക്കാരെയാണ് ഞാൻ ഏൽപ്പിച്ചത്. ഡോക്ടർ അവസാനം വരെ ഇഞ്ചക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇല്ല, ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ട് ദേ വന്ന് കിടപ്പുണ്ട്. അമ്മയും തൊട്ടപ്പുറത്ത് ട്രിപ്പ് ഇട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക് ഓക്കെ ആണോ, കൂടുതലാണോ, അമ്മേൻ്റെ ബാഗിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് സേഫ് അല്ലേ എന്നൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെയാണോ, ഒരു ലിപ്സ്റ്റിക് അഡിക്റ്റ് ആണോ? ഞാൻ ഭയങ്കര കൺസേൺഡ് ആണ് ഗൈസ് ഈ ഒരു കാര്യത്തിൽ. പല്ല് തേച്ചില്ലെങ്കിൽ കുളിച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് പുറത്തിറങ്ങിയാൽ മതി. അതുപോലെ കോൺഫിഡൻസും സന്തോഷമൊക്കെ ആയിരിക്കും. ദേ അപ്പോഴേ നല്ല മഴയും പെയ്തുട്ടാ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് തന്നെ ഇങ്ങനെ ഹോസ്പിറ്റൽ വ്ളോഗ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല തുടക്കം. ചോര ഉണ്ടാ നല്ലേ പറയുന്നത് ആയിരിക്കും. ദേ കൈ ഇങ്ങനെ ഇരിപ്പുണ്ട്.